നോർമലൈസേഷൻ കണ്ടീഷൻ വരെയായിരുന്നു നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തത് അല്ലേ. അപ്പം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നമ്മൾ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ നമ്മൾ പറഞ്ഞു. അതിനകത്തെ വേവ് ഫംഗ്ഷൻ സൈ എന്ന് പറയുന്നത് ഇതിൻ്റെ സൊല്യൂഷനാണ്. അതാണ് നമ്മുടെ പാർട്ടിക്കിളിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് തരുന്നത് എന്നൊക്കെ പറഞ്ഞു. അപ്പം ഇതിനകത്ത് നമ്മൾ ആ സൈ എന്ന് പറയുന്ന ആളെ റിലേറ്റ് ചെയ്തിരിക്കുന്നത് നമ്മൾ പറഞ്ഞു അതൊരു ഒബ്സേർബിളിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ക്വാണ്ടിറ്റി അല്ല. അതായത് ഇപ്പോൾ സ്ട്രെച്ചഡ് സ്ട്രിങ്ങിൻ്റെ കേസിലാണെങ്കിൽ അവിടുത്തെ ആ സൊല്യൂഷനായി വരുന്ന വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്, ഡിസ്പ്ലേസ്മെൻറ്റിനെയാണ് കാണിക്കുന്നത്. അതുപോലെ സൗണ്ട് വേവ്സിൻ്റെ കേസിലാണെങ്കിൽ അവിടുത്തെ ആ സൊല്യൂഷൻ എന്ന് പറയുന്നത് പ്രഷർ വേരിയേഷനെയാണ് കാണിക്കുന്നത്. അങ്ങനെ ഒരു ഒബ്സേർബിളുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ നമ്മുടെ ക്വാണ്ടം മെക്കാനിക്സിൽ സൈ എന്ന് പറയുന്ന വേവ് ഫംഗ്ഷനെ റിലേറ്റ് ചെയ്യാൻ പറ്റില്ല. ഈ സൈനെ നമ്മൾ റിലേറ്റ് ചെയ്തിരിക്കുന്നത് പ്രോബബിലിറ്റിയുമായിട്ടാണ് അല്ലേ. സൈയുടെ മോഡ് സൈ സ്ക്വയർ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു പാർട്ടിക്കിളിനെ കാണാനുള്ള പ്രോബബിലിറ്റിയാണ് നമുക്ക് തരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ സൈ എന്ന് പറയുന്ന ആൾ പ്രോബബിലിറ്റിയുമായിട്ട് റിലേറ്റ് ചെയ്ത് കിടക്കുന്നതുകൊണ്ട് തന്നെ നമുക്കവിടെ സൈ എന്ന് പറയുന്ന ആൾക്ക് എടുക്കാൻ പറ്റുന്ന ഫോംസിന് ചില കണ്ടീഷൻസ് വരും. ഓക്കെ, കാരണം നമ്മളിപ്പം ഒരു എക്സാമ്പിളിന് നമ്മുടെ വേവ് ഫംഗ്ഷൻ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഉള്ള വേവ് ഫംഗ്ഷൻ സൈ ഈസ് ഈക്വൽ ടു എ ഇ റേസ് ടു കെ എക്സ് പ്ലസ് ബി ഇ റേസ് ടു മൈനസ് കെ എക്സ്. നമ്മളൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണെന്ന് പറഞ്ഞു. അപ്പോൾ സോൾവ് ചെയ്ത് കഴിയുമ്പം നമുക്ക് പല ഫോംസ് ഓഫ് സൊല്യൂഷൻസ് കിട്ടും. അപ്പം ഈ രീതിയിലുള്ള ഒരു സൊല്യൂഷനാണ് നമുക്ക് കിട്ടിയത് എന്ന് വിചാരിക്കാം. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു സൈ ആരുമായിട്ടാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്, പ്രോബബിലിറ്റിയുമായിട്ടാണ് അല്ലേ. മോഡ് സൈ സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്, പ്രോബബിലിറ്റി ഡെൻസിറ്റിയാണ്. സോ അതുകൊണ്ട് തന്നെ നമുക്കവിടെ എന്താണ് പ്രശ്നം വരുന്നത്, ഈ ഒരു സൈ എന്ന് പറയുന്ന ആൾ ഫൈനൈറ്റ് ആയിരിക്കണം അല്ലേ, കാരണം പ്രോബബിലിറ്റിയാണ്. സോ നമുക്ക് ഫിസിക്കലി ആക്സെപ്റ്റഡ് ആയിട്ടുള്ള വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കണം, ഫൈനൈറ്റ് ആയിരിക്കണം. അല്ലെങ്കിൽ നമ്മുടെ പ്രോബബിലിറ്റി എന്തായി പോകും, നമുക്ക് വേവ് ഫംഗ്ഷൻ വാലിഡ് അല്ലാത്തൊരു വേവ് ഫംഗ്ഷനാണ് നമുക്ക് കിട്ടിയതെങ്കിൽ ആ സമയത്ത് നമുക്ക് എന്തായി പോകും, നമ്മുടെ പ്രോബബിലിറ്റിയും ഇൻഫൈനൈറ്റ് ആയി പോകും. നമുക്ക് പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ഒരിക്കലും ഇൻഫൈനൈറ്റ് ആവാൻ പറ്റില്ല. ഓക്കെ, അപ്പം ഈ ഒരു വേവ് ഫംഗ്ഷൻ്റെ കേസിൽ തന്നെ നമ്മൾ എക്സ് ഗ്രേറ്റർ ദാൻ 0 എന്ന് പറയുന്ന ഒരു റീജിയൻ എടുക്കാം. എക്സ് ഗ്രേറ്റർ ദാൻ 0 എന്ന് പറയുമ്പോൾ ഏത് റീജിയനാണ്, 0 മുതൽ ഇൻഫിനിറ്റി വരെ, എക്സിൻ്റെ വാല്യൂ 0 മുതൽ ഇൻഫിനിറ്റി വരെ വരുന്ന ആ ഒരു റീജിയൻ. ആ ഒരു റീജിയനിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഫസ്റ്റ് ടേം, ഈ വേവ് ഫംഗ്ഷൻ്റെ ഫസ്റ്റ് ടേമിൽ ഇ റേസ് ടു കെ എക്സ് എന്ന് പറയുന്ന ആൾ നമ്മുടെ ഈ എക്സ് ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നതിനനുസരിച്ച് നമുക്ക് ഇത് എന്തായിട്ട് മാറും, ഇ റേസ് ടു ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നത് വരെ അല്ലേ, പോകുന്ന രീതിയിലായി മാറും. എന്ന് പറയുമ്പോൾ അവിടെ പ്രോബബിലിറ്റി എന്തായി പോകും, ഇൻഫൈനൈറ്റ് ആയി പോകും. ഓക്കെ, കാരണം ഈ ഒരു വേവ് ഫംഗ്ഷനിലെ ഈ പാർട്ട് ഇ റേസ് ടു കെ എക്സ് എന്ന് പറയുന്ന പാർട്ട് നമ്മൾ എക്സ് ടെൻഡിങ് ടു ഇൻഫിനിറ്റിയിൽ നമുക്ക് ഇൻഫൈനൈറ്റ് ആണ് വരുന്നത്. അപ്പം അതിൻ്റെ റിസൾട്ടായിട്ട് നമുക്ക് അവിടെ എന്ത് വരും, നമ്മുടെ പ്രോബബിലിറ്റിയും ഇൻഫൈനൈറ്റ് ആയി പോകും. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ എക്സ് ഗ്രേറ്റർ ദാൻ 0 എന്ന് പറയുന്ന റീജിയനിൽ നമുക്ക് ഈ വേവ് ഫംഗ്ഷനകത്ത് ഈ ഒരു പാർട്ട് ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, സോ എക്സ് ഗ്രേറ്റർ ദാൻ 0 എന്ന റീജിയനിൽ ഡെഫിനറ്റ് ആയിട്ടും നമുക്ക് ഈ എ എന്ന് പറയുന്ന കോഎഫിഷ്യൻ്റ് എന്തായിരിക്കണം, 0 ആയിരിക്കണം. അതായത് ഈ ഒരു പാർട്ട് നമുക്ക് വേവ് ഫംഗ്ഷനിൽ വരാൻ പാടില്ല. ഓക്കെ, ഇനി നമ്മൾ ഇതേ വേവ് ഫംഗ്ഷൻ തന്നെ നമ്മൾ ഇതേ വേവ് ഫംഗ്ഷൻ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, സൈ ഈക്വൽ ടു ഇ റേസ് ടു കെ എക്സ് പ്ലസ് ബി ഇ റേസ് ടു മൈനസ് കെ എക്സ്. ഓക്കെ, നമുക്ക് ഇതേ വേവ് ഫംഗ്ഷൻ തന്നെ, അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു എക്സ് ഗ്രേറ്റർ ദാൻ 0, അതായത് 0 ടു ഇൻഫിനിറ്റി എന്ന് പറയുന്ന ആ ഒരു റീജിയനിൽ നമുക്ക് എ എന്തായിരിക്കും, 0 ആയിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ആ എ 0 ആയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ടേം ഇവിടെ ഉണ്ടാവും. ആ ടേം അവിടെ വരുന്ന സമയത്ത് എക്സ് ടെൻഡിങ് ടു ഇൻഫിനിറ്റിയിൽ നമുക്ക് ഇൻഫൈനൈറ്റ് പ്രോബബിലിറ്റി കിട്ടും. ഓക്കെ, അത് നമുക്ക് ആക്സെപ്റ്റബിൾ അല്ല. ഇനി നമ്മുടെ എക്സ് ലെസ് ദാൻ 0 എന്ന് പറയുന്ന കണ്ടീഷൻ ഒന്ന് നോക്കാം. എക്സ് ലെസ് ദാൻ 0 എന്ന് പറയുമ്പം അത് ഏത് റീജിയനാണ്, മൈനസ് ഇൻഫിനിറ്റി മുതൽ 0 വരുന്ന റീജിയനാണ് ആണല്ലോ. അപ്പോൾ മൈനസ് ഇൻഫിനിറ്റി മുതൽ 0 വരുന്ന റീജിയൻ ആകുമ്പം നമുക്ക് ഈ ഒരു
സെക്കൻഡ് പാർട്ട്, ഈ വേവ് ഫംഗ്ഷനിലെ ഈ സെക്കൻഡ് പാർട്ട് എടുത്ത് നോക്കാം. e−kx എന്ന് പറയുന്ന ഈ ഒരു പാർട്ട്, അത് എക്സ് മൈനസ് ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നതിനനുസരിച്ച് ഇതെന്തായിട്ട് മാറും? e∞ അഗെയിൻ ഇൻഫൈനൈറ്റ് ആയിട്ട് മാറും. ഓക്കെ, എക്സ് ലെസ് ദാൻ 0യിൽ ആസ് എക്സ് ടെൻഡിങ് ടു -∞ നമ്മുടെ ഈ ഒരു വേവ് ഫംഗ്ഷൻ്റെ ഈ ഒരു പാർട്ട് എന്താവും? ഇൻഫൈനൈറ്റ് ആയിട്ട് മാറും. വിച്ച് ഇൻ ടേൺ വിൽ ഗിവ് അസ് ഇൻഫൈനൈറ്റ് പ്രോബബിലിറ്റി ഇൻഫൈനൈറ്റ് ആയിട്ട് മാറും. സോ അതുകൊണ്ട് എക്സ് ലെസ് ദാൻ 0 എന്ന് പറയുന്ന കണ്ടീഷൻ, ആ ഒരു റീജിയനിൽ, ആ ഒരു ഇൻ്റർവെല്ലിൽ നമുക്ക് ഡെഫിനിറ്റ് ആയിട്ടും ബി എന്ന് പറയുന്ന കോഎഫിഷ്യൻ്റ് എന്തായിരിക്കണം? 0 ആയിരിക്കണം. അതായത് വേവ് ഫംഗ്ഷനിൽ നമുക്ക് ഈ ഒരു പാർട്ട് വരാൻ പാടില്ല. ഓക്കെ, കാരണം ആ ഒരു പാർട്ട് അവിടെ വന്നു കഴിഞ്ഞാൽ എക്സ് -∞ പോകുന്നതിനനുസരിച്ച് നമുക്ക് വേവ് ഫംഗ്ഷൻ ഇൻഫൈനൈറ്റ് എന്ന് പറയുന്ന ഒരു വാല്യൂയിലേക്കാണ് ഇൻഫൈനൈറ്റ് ആവുകയാണ്. ഇൻഫൈനൈറ്റ് ആവുക എന്ന് പറയുമ്പോൾ നമുക്കവിടെ പ്രോബബിലിറ്റി ഇൻഫൈനൈറ്റ് ആവുകയാണ്. ഓക്കെ, അത് നമുക്ക് ആക്സെപ്റ്റബിൾ അല്ല. അപ്പോൾ ആ രീതിയിൽ നമ്മുടെ വേവ് ഫംഗ്ഷൻ്റെ മുകളിൽ അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻസ് വരും. ഓക്കെ, നമുക്ക് ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള വേവ് ഫംഗ്ഷൻസ് ഏതായിരിക്കും എന്നുള്ളത്. ഇനി നേരെ മറിച്ച് ഈ സെയിം വേവ് ഫംഗ്ഷൻ നമുക്കൊരു ഫൈനൈറ്റ് റീജിയനകത്ത്, നമുക്കിപ്പോൾ ഇവിടെ നമ്മൾ ഇൻഫിനിറ്റി, -∞, +∞ ഒക്കെ എടുത്തത് കൊണ്ടാണ്. നേരെ മറിച്ച് നമുക്കൊരു ഫൈനൈറ്റ് റീജിയൻ ആണെന്ന് വിചാരിക്കാം. 0 to L എന്ന് പറയുന്ന ഒരു ഇൻ്റർവെല്ല്, അല്ലെങ്കിൽ -L to L എന്ന് പറയുന്ന ഒരു ഇൻ്റർവെല്ലൊക്കെ ആണെങ്കിൽ, ഫൈനൈറ്റ് ആയിട്ടുള്ള ഒരു ഇൻ്റർവെല്ലിനകത്താണ് എന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഈ ഒരു പ്രശ്നം വരില്ല. ഓക്കെ, കാരണം അവിടെ എക്സ്റ്റെൻഡിങ് ടു L, എക്സ്റ്റെൻഡിങ് ടു -L എന്ന് പറയുന്ന കണ്ടീഷനിലൊക്കെ നമുക്ക് ഇയാളൊക്കെ എന്തായിരിക്കും? ഒരു ഫൈനൈറ്റ് വാല്യൂ തരുന്നുണ്ടാവും. ഓക്കെ, സോ ഇങ്ങനെ ഒരു ഇൻ്റർവെല്ലിനകത്താണ് എന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് എന്ത് പ്രശ്നം വരുന്നില്ല? എയും ബിയും 0 ആവേണ്ട ആവശ്യം വരുന്നില്ല. കാരണം ആ ഒരു ഇൻ്റർവെല്ലിനകത്ത് നമ്മുടെ ഈ വേവ് ഫംഗ്ഷൻ എന്തായിരിക്കും? ഫൈനൈറ്റ് ആയിരിക്കും. ഓക്കെ, അതാണ് നമ്മൾ ഇവിടെ പറഞ്ഞ ഈ പോയിൻറ്റ്സ്. ഇനി നെക്സ്റ്റ് നമുക്ക് പ്രോബബിലിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഉള്ള കാര്യമാണ്. നമുക്ക് എഗെയിൻ 1 ഡയമെൻഷനിലുള്ള ഒരു പാർട്ടിക്കിൾ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എക്സ് ആക്സിസ് ആണ് ഞാൻ ഈ കാണിച്ചിരിക്കുന്ന -∞ to +∞. ഓക്കെ, അപ്പം ഈ ഒരു ആക്സിസിൽ നമ്മൾ x1 x2 എന്ന് പറയുന്ന 2 പോയിൻറ്റ്സ് വിചാരിക്കുകയാണ്. അപ്പം ഈ ഒരു റീജിയനിൽ, അതായത് x1 മുതൽ x2 വരെയുള്ള ഈ ഒരു റീജിയനകത്ത് നമ്മുടെ പാർട്ടിക്കിളിനെ കാണാനുള്ള പ്രോബബിലിറ്റി എന്താണ് എന്ന് നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു dx എന്ന് പറയുന്ന ഒരു ചെറിയ ലെങ്ത്ത് നമ്മൾ എടുക്കുകയാണെങ്കിൽ ആ റീജിയനിൽ നമ്മളെ പാർട്ടിക്കിളിനെ കാണാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് എത്രയാണെന്ന് നമ്മൾ പറഞ്ഞു? |(i²) dx എന്നാണ്, അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ അടുത്ത് x1 മുതൽ x2 വരെയുള്ള പ്രോബബിലിറ്റി എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ ഒരു സംഭവത്തിനെ x1 to x2 ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ മതി. ഓക്കെ, നമ്മൾ നോർമലൈസേഷൻ കണ്ടീഷൻ കണ്ടുപിടിച്ച ആ സെയിം പ്രൊസീജിയർ തന്നെയാണ്. ഇവിടെ നമ്മൾ എന്താ ചെയ്യുക? ഈ ഒരു ഇൻ്റർവെല്ലിനെ നമ്മൾ ചെറിയ dxകളായിട്ട്, കുറേ dx ലെങ്ത്തുള്ള ഇൻ്റർവെൽസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. അവിടത്തേക്ക് പ്രോബബിലിറ്റി കണ്ടിട്ട് ടോട്ടൽ നമ്മൾ ആഡ് ചെയ്യും. ഓക്കെ, സോ dx എന്ന് പറയുന്ന ആ ഒരു ചെറിയ റീജിയനിൽ കാണാനുള്ള പ്രോബബിലിറ്റി ഇതാണെങ്കിൽ x1 മുതൽ x2 വരെ കാണാനുള്ള പ്രോബബിലിറ്റി നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഇറ്റ് ഈസ് ഇൻ്റഗ്രൽ x1 to x2 |(i²) dx ആയിരിക്കും പ്രോബബിലിറ്റി. ഓക്കെ, സോ നമുക്ക് ഒരു പെർട്ടിക്കുലർ ഇൻ്റർവെല്ലിനകത്ത് 0 to L അല്ലെങ്കിൽ -L to L കാണാനുള്ള പ്രോബബിലിറ്റി എന്താ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ചെയ്താൽ മതി. ഓക്കെ, അതാണ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് ഒരു പോയിൻ്റ് കൂടെ പറയാനുള്ളത് എക്സ്പെക്റ്റേഷൻ വാല്യൂ എന്ന് പറയുന്ന കൺസെപ്റ്റാണ്. എക്സ്പെക്റ്റേഷൻ വാല്യൂ എന്ന് പറയുന്ന കൺസെപ്റ്റ് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ക്ലാസിക്കൽ മെക്കാനിക്സിലെ പോലെ ക്വാണ്ടം മെക്കാനിക്സിൽ ഒരു പാർട്ടിക്കിളിൻ്റെ പൊസിഷൻ നമുക്ക് എക്സാക്റ്റ് ആയിട്ട് അക്യുറേറ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. ഓക്കെ, ഈ ഒരു പാർട്ടിക്കിൾ ഇന്ന സ്ഥലത്താണ് എന്ന് നമുക്ക് എക്സാക്റ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. ക്ലാസിക്കലിൽ നേരെ മറിച്ച് നമുക്ക് കറക്റ്റായിട്ട് അതിൻ്റെ പൊസിഷനും കാര്യമൊക്കെ പറയാം. ഓക്കെ, അപ്പം ഇവിടെ നമുക്ക് എന്താണ്, പാർട്ടിക്കിളിൻ്റെ പൊസിഷനെ കുറിച്ച് നമുക്ക് അത്രയും സെർട്ടൈൻ ആയിട്ട് പറയാൻ പറ്റില്ല. നമുക്ക് ഓൾറെഡി ആകെ പറയാൻ പറ്റുന്നത് എന്താണ്? നമ്മൾ ഒരുപാട് മെഷർമെൻറ്റ്സ് നടത്തിയിട്ട് നമ്മൾ അതിൻ്റെ ഒരു ആവറേജ് കണ്ടുപിടിക്കുകയാണ് ചെയ്യുക. ഓക്കെ, ഇന്ന ഒരു റീജിയനിൽ കാണാൻ ഇത്ര പ്രോബബിലിറ്റി ഉണ്ട്, ഇന്ന സ്ഥലത്ത് കാണാൻ ഇത്ര പ്രോബബിലിറ്റി ഉണ്ട്, അങ്ങനെ നമ്മൾ ഒരുപാട് മെഷർമെൻറ്റ്സ് നടത്തിയിട്ട് അതിൽ നിന്ന് ആവറേജ് കണ്ടുപിടിക്കുകയാണ് ചെയ്യുക. ഓക്കെ,
സോ ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മൾ എക്സ് കോർഡിനേറ്റ് പൊസിഷൻ കോർഡിനേറ്റ് മെഷർ ചെയ്യുകയാണെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരുപാട് മെഷർമെൻറ്റ്സ് നടത്തുകയാണ്. അങ്ങനെ ഒരുപാട് മെഷർമെൻറ്റ്സ് നടത്തുന്ന സമയത്ത് നമ്മൾ N1 ടൈംസ് നമ്മൾ ഈ മെഷർമെൻറ്റ്സ് നമ്മൾ N1 N2 N3 അങ്ങനെ കുറേ പ്രാവശ്യം കുറേ മെഷർമെൻറ്റ്സ് നമ്മൾ നടത്തുകയാണ്. അപ്പം നമുക്ക് N1 ടൈംസ് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു പൊസിഷൻ കോർഡിനേറ്റിന് x1 എന്ന് പറയുന്ന വാല്യൂ ആണ് കിട്ടുന്നത്. അതുപോലെ N2 ടൈംസ് നമുക്ക് x2 എന്ന് പറയുന്ന വാല്യൂ ആണ് കിട്ടുന്നത്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നമുക്കവിടെ ആ ഒരു പൊസിഷൻ്റെ, അതായത് നമ്മൾ കുറേ മെഷർമെൻറ്റ്സ് ഇപ്പോൾ 10 മെഷർമെൻറ്റ്സ് നടത്തിയെന്ന് വിചാരിക്കുക. അപ്പോൾ അതിൽ രണ്ട് പ്രാവശ്യം മെഷർ ചെയ്തപ്പോൾ ഒരു പെർട്ടിക്കുലർ വാല്യൂ കിട്ടി, വേറെ ഒരു 4 പ്രാവശ്യം വേറൊരു പെർട്ടിക്കുലർ വാല്യൂ കിട്ടി, അങ്ങനെ നമുക്ക് കിട്ടിയെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പം അതിൽ നിന്ന് നമ്മൾ ഇതിൻ്റെ ആവറേജ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ആവറേജ് എക്സ് എന്ന് പറയുന്നത് നമ്മൾ N1 ടൈംസ് ആണ് നമുക്ക് x1 കിട്ടിയത് അല്ലേ. സോ N1 x1 പ്ലസ് N2 x2 പ്ലസ് എത്ര എണ്ണം വന്നോ അത് അത്രയും എക്സെട്ര. ഓക്കെ, ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ കണ്ടാൽ മതി അല്ലേ. ടോട്ടൽ നമ്പർ ഓഫ് മെഷർമെൻറ്റ്സ് എത്രയാണോ അത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ ആവറേജ് വാല്യൂ കിട്ടും. നമ്മൾ സാധാ നമ്പേഴ്സിൻ്റെ ആവറേജ് എടുക്കുന്ന പോലെ തന്നെ. ഓക്കെ, അപ്പം ഇത് എന്താണ് പറയുക, ഡിസ്ക്രീറ്റ് ആയിട്ട് വരുന്ന കേസിലാണ്. നമ്മൾ ക്വാണ്ടം മെക്കാനിക്സിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഇയാളെ എന്താണ് NI എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. x1 എന്ന് പറയുന്ന വാല്യൂ കിട്ടാനുള്ള നമ്പർ ഓഫ് ടൈംസ് നമ്മൾ N1 എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പം ഈ ഒരു സംഭവത്തിനെ നമ്മൾ സമ്മേഷൻ വെച്ച് റീപ്ലേസ് ചെയ്തതാണ് ഇത് കേട്ടോ. കാരണം N1 x1 ഈ I എന്ന് പറയുന്ന ആൾ നമ്മൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഇക്വേഷൻ എങ്ങനെയാണ് വരിക? N1 x1 പ്ലസ് N2 x2 പ്ലസ് N3 x3 പ്ലസ് അങ്ങനെയാണ് പോവുക അല്ലേ. താഴെയാണെങ്കിലോ N1 പ്ലസ് N2 പ്ലസ് N3 അങ്ങനെയാണ് പോവുക. ഓക്കെ, അപ്പോൾ നമ്മൾ ക്വാണ്ടം മെക്കാനിക്സിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു N1 എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് x1 എന്ന് പറയുന്ന വാല്യൂ എത്ര പ്രാവശ്യം കിട്ടി എന്നുള്ളതാണ് കാണിക്കുന്നത്. നമ്മൾ ക്വാണ്ടം മെക്കാനിക്സിലേക്ക് വരുമ്പം അതിനെ മാറ്റിയിട്ട് ഇപ്പം xi എന്ന് പറയുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ട് അതിന് xi എന്ന് പറയുന്ന വാല്യൂ xi എന്ന് പറയുന്ന ആ ഒരു പെർട്ടിക്കുലർ പോയിൻറ്റിൻ്റെ എറൗണ്ടായിട്ട് നമ്മുടെ ഈ പാർട്ടിക്കിളിനെ കാണാനുള്ള പ്രോബബിലിറ്റിയാണ് നമ്മൾ n ആയിട്ട് പറയുക. ഓക്കെ, നമ്മൾ നമ്പർ ഓഫ് ടൈംസ് n ആയിട്ട് എടുത്ത ആ ഒരു വാല്യൂ xi എന്ന് പറയുന്ന വാല്യൂ കിട്ടാനുള്ള നമ്പർ ഓഫ് ടൈംസ് ni എന്ന് പറയുന്നതിന് നമുക്ക് എന്തായിട്ട് മാറ്റി പറയാൻ പറ്റും? xi എന്ന് പറയുന്ന ആ ഒരു പെർട്ടിക്കുലർ റീജിയൻ്റെ എറൗണ്ടായിട്ട് ഒരു ചെറിയ ഇൻ്റർവെലിനകത്ത് നമ്മുടെ പാർട്ടിക്കിളിനെ കാണാനുള്ള പ്രോബബിലിറ്റി ആയിട്ട് നമുക്കതിനെ പറയാൻ പറ്റും ക്വാണ്ടം മെക്കാനിക്സിൽ. ഓക്കെ, സോ ഈ NIനെ നമ്മൾ പ്രോബബിലിറ്റി വെച്ച് റീപ്ലേസ് ചെയ്ത് കഴിയുമ്പം അഗെയിൻ നമ്മുടെ സമ്മേഷൻ മാറ്റി ഇത് ഡിസ്ക്രീറ്റ് നമുക്ക് എക്സാക്റ്റ് ആയിട്ട് ഇത്ര തവണ ഇത്ര കിട്ടി, ഇത്ര തവണ ഇത്ര കിട്ടി, അങ്ങനെ എക്സാക്റ്റ് ആയിട്ട് നമുക്ക് ഡിസ്ക്രീറ്റ് വാല്യൂസ് വരുമ്പോഴേ നമുക്ക് ഈ ഒരു സമ്മേഷൻ വരുള്ളൂ. ഓക്കെ, അതിന് പകരം നമുക്ക് ഒരുപാട് ഒരു പെർട്ടിക്കുലർ നമ്മുടെ ആക്സിസ് എങ്ങനെയാണ്, നമ്മുടെ ആക്സിസ് എന്ന് പറയുന്നത് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോവുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു x1 എന്ന് പറയുന്ന പോയിൻ്റ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അടുത്ത് ഒരു ചെറിയ ഇൻ്റർവെൽ dxനകത്ത് ഇതിന് കാണാനുള്ള പ്രോബബിലിറ്റി ഇത്രയാണ്. അതുപോലെ ചെറിയ ഈ x2ൻ്റെ അറൗണ്ടിൽ ഒരു ചെറിയ ഇൻ്റർവെല്ലിൽ കാണാനുള്ള പ്രോബബിലിറ്റി ഇത്രയാണ്. അങ്ങനെ ഈ ഓരോ റീജിയനിലുള്ളതും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഓരോ പോയിൻറ്റിൽ അറൗണ്ട് ആയിട്ടുള്ളതും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കതിനെ ഈ ഒരു ഇക്വേഷനെ ഈ ഡിസ്ക്രീറ്റ് വാല്യൂസിന് എഴുതിയതിന് പകരം നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് എഴുതുമ്പം ഏത് ഫോമിലേക്ക് മാറും? ഈ ഒരു ഫോമിലേക്ക് മാറും. ഓക്കെ, ദിസ് ഇസ് നമ്മൾ NI എന്ന് പറയുന്ന ആളെ എന്തായിട്ട് മാറ്റി? നമ്മുടെ പ്രോബബിലിറ്റി ആയിട്ട് മാറ്റും. ഓക്കെ, P(x) dx ആക്കി മാറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ x എന്ന് പറയുന്ന ആ ഒരു പെർട്ടിക്കുലർ വാല്യൂവിൻ്റെ അറൗണ്ടിൽ ഒരു ചെറിയ ഇൻ്റർവെലിനകത്ത് ഈ പാർട്ടിക്കിളിനെ കാണാനുള്ള പ്രോബബിലിറ്റി. ഓക്കെ, പ്രോബബിലിറ്റി ഇൻറ്റു x. ദെൻ സമ്മേഷൻ മാറിയിട്ട് എന്തായിട്ട് മാറി? ഇൻ്റഗ്രേഷനായിട്ട് മാറി. ഓക്കെ, ഇതാണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ആൻഡ് അഗെയിൻ ഇതിനകത്ത് ദിസ് ഇസ് എക്സ്, ഇതിനെയാണ് നമ്മൾ എക്സ് ആവറേജ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ താഴെ വരുന്ന സംഭവം ടോട്ടൽ പ്രോബബിലിറ്റിയാണ് അല്ലേ. ടോട്ടൽ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് നമുക്കറിയാം ഇറ്റ് ഈസ് ഓൾവേസ് 1 അല്ലേ. ഇൻ്റഗ്രൽ -∞ ടു ഇൻഫിനിറ്റി P(x) dx എന്ന് പറയുന്നത് ടോട്ടൽ പ്രോബബിലിറ്റിയാണ്. ടോട്ടൽ പ്രോബബിലിറ്റി എപ്പോഴും എന്താണ്? 1 ആണ്. സോ ഇതായിരിക്കും നമ്മുടെ ആവറേജ് വാല്യൂ, എക്സിൻ്റെ ആവറേജ് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ഇപ്പോൾ നമ്മൾ പറഞ്ഞത് എക്സ് എന്ന് പറയുന്ന പൊസിഷൻ്റെ മെഷർമെൻറ്റിനെ കുറിച്ചാണ് പറഞ്ഞത്. അതുപോലെ നമുക്ക് ഏതൊരു ഫങ്ഷൻ ഓഫ് എക്സ് ആണെങ്കിലും അതിൻ്റെ എല്ലാം ആവറേജ് വാല്യൂ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും?
അപ്പോൾ ഇവിടെ നമുക്ക് പി ഓഫ് എക്സ് ഇൻറ്റു എക്സ് ഡി എക്സ് ആണ് നേരത്തതിൽ വന്നത് അല്ലേ. പി ഓഫ് എക്സ് ഇൻറ്റു എക്സ് ഡി എക്സ് ആണ്. അപ്പം അതല്ല, എക്സിൻ്റെ ആവറേജ് അല്ലാണ്ട് ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് എക്സിൻ്റെ ആവറേജ് ആണ് കണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ആ എക്സിൻ്റെ സ്ഥാനത്ത് ആരെ മാറ്റിയാൽ മതി, എഫ് ഓഫ് എക്സ് ആയിട്ട് മാറ്റി എഴുതിയാൽ മതി. ഓക്കെ. അപ്പം ഏതൊരു ഫംഗ്ഷൻ ഓഫ് എക്സിൻ്റെ ആവറേജ് വാല്യൂ കാണാനും നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്യാൻ പറ്റും. ആൻഡ് ഈ വാല്യൂസിനെ, ആവറേജ് വാല്യൂസിനെ നമ്മൾ ക്വാണ്ടം മെക്കാനിക്സിൽ എക്സ്പെക്റ്റേഷൻ വാല്യൂസ് എന്നാണ് പറയുക. ഓക്കെ.